ചിക്കൻ കുത്തിപ്പൊടി വെച്ച് കഴിക്കണം എന്നുള്ളത്. ചാർലി ചേട്ടാ കഥ പറഞ്ഞോ. അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് നീ പറയാനുള്ള കാണിക്കണേ. അയ്യപ്പന് പുലി, ഗണപതിക്ക് എലി, സുബ്രഹ്മണ്യന് മയില്, അതുപോലെയാണ് വൈലപ്പള്ളിക്ക് സൈക്കിള്. ബാലമാഗന്ധം പൂവീട്ടുണ്ണികൾ വിരിയവേ. എന്തിനൊക്കറിയണേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല ഉച്ച നേരമാണ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള സരിതരുടെ ആഗ്രഹമാണ് ചിക്കൻ കുത്തിപ്പൊടി വെച്ച് കഴിക്കണം എന്നുള്ളത്. നമ്മളൊരു 5-6 കൊല്ലം മുമ്പാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ജഗ്ഗുവിൻ്റെ കൂട്ടുകാരനൊക്കെ ജോവിനൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ചിട്ട് ഓർമ്മയില്ല സരിതയ്ക്ക്? ഓർമ്മയുണ്ട്. ചിക്കൻ കുത്തിപ്പൊടി ടേസ്റ്റ് ചെയ്യണത് ഇതൊക്കെ ഇവരെ സ്കൂൾ പൂട്ടി, രണ്ടുപേരും ജോവിന്റെയും ജഗ്ഗുവിന്റെയും സ്കൂൾ പൂട്ടി. അപ്പൊ രണ്ടുപേരും ഒരു ക്ലാസ് ആട്ടാ, രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. എല്ലൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കട്ടാ. അതിലേക്ക് നോക്കി പറയും. നോക്കട്ടെ ജോവിന്റെ കണ്ണ് വലുതാവുണ്ടോന്ന്. അതായത് ജോവിന്റെ കണ്ണ് ഇങ്ങനെയാണ് തുറിച്ചു വരണമെങ്കിൽ സാധനം സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇത് വൈകിട്ട് വരണെങ്കിൽ തല്ലിപ്പൊടി കണ്ണ് തുറക്കിണ്ട അത് കുഞ്ഞുമാവന്റെ അമ്മായി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി. അവര് ഏതൊരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് കഴിച്ചിട്ട് അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മായി അതിന്റെ ഉള്ളിന്ന് ആളെ വിളിപ്പിച്ച് ചോദിച്ച് റെസിപ്പി. അതുപോലെ ഒന്നല്ല കേട്ടാ, നമ്മള് വെറുതെ കുത്തിപ്പൊടി ഉണ്ടാക്കണു, അത്ര ഉള്ളു. സിമ്പിൾ. ഇതിന് വേണ്ട സാധനം മറ്റൊന്നുമല്ല, കോഴി ഇങ്ങനെയുണ്ട് ചില്ലി കട്ടാക്കി കഴുകി ഞാൻ വാല വെച്ചേക്കായിരുന്നു ഇത്ര സമയം. എന്നിട്ട് ഇതിലാക്കി വെച്ചു. നിന്റെ ഡ്രസ്സിന്റെ കളറ്, എന്റെ ഡ്രസ്സിന്റെ കളറ്, ചിക്കന്റെ കളറ് ഒരേപോലത്തെ 3 കളറ്. വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വേറെ പ്രത്യേകത അല്ല, വേറെ എന്തിട്ടുണ്ടോ എന്ന് പറയാൻ. തുടങ്ങല്ല അപ്പൊ? ഞാൻ തുടങ്ങാൻ പോവാ, എനിക്ക് വിശക്കുണ്ട്. മൈക്കിന്റെ കളർ ഞാൻ പറയണ്ട. ഇതിലേക്ക് വേണ്ടത് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇതാണ് ആകെപ്പാട് ആവശ്യമുള്ളൂട്ടാ. ഇത് ചതയ്ക്കണം. ഏയ് ചേട്ടന് ചെയ്യാൻ ഒന്നുമില്ല അല്ലേ? ചേട്ടൻ കാലത്തന്നെ ഇവിടെ കുറെ പണികൾ ചെയ്തു. കൊറേ പണികൾ ചെയ്യാന്ന് പറഞ്ഞു അവിടെ ചെയ്യണ നീ വേണ്ട. വെയിലത്തൊന്നും ചെയ്യാൻ ഭയങ്കര വെയിലിപ്പോ. വെയിലുള്ള ഈ സമയത്ത് മഴ മുഴുവൻ 2-4 ദിവസം കൊണ്ട് അങ്ങോട്ട് പെയ്ത് തീർത്തൂലേ. എന്നിട്ടിപ്പോ മഴയൂല്ലേ ഒന്നുമില്ല, വെയില് വീണ്ടും വേനൽക്കാലം പോലെ. ഒന്നും പറയണ്ട. എന്തോ ഞാൻ പറയാനൊന്നുമില്ല. ഇത് കളഞ്ഞോ? ഇതിലേക്ക് ചതച്ച് ഇതിലേക്ക് തന്നെ ഇടാം. ചതച്ച് കഴിയാറാകുമ്പോ ചേട്ടൻ തീ കത്തിച്ചാൽ മതി. ചതയ്ക്കുമ്പോ എങ്ങനെയും മേത്തി തിരക്കുക. അപ്പൊ ഈ സാധനം വേണ്ടി വരും. നമ്മളത് ഇത് നോക്കിയേ, ഞാൻ നട്ടത് ഇത് ബോഗൻവില്ല നോക്കിയേ, വലുതാവണുണ്ട്. ഇത് ഇതിന്റെ മുകളിലേക്ക് പടർത്താട്ടാ. വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. കുറേ ഉള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ഇറച്ചിനെ നശിപ്പിച്ച് അടങ്ങും. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് പൊരിക്കും. അതില് തരുതേ ഞാൻ തീണ്ടിട്ടാ കത്തിച്ചോ. നമ്മള് താമര നീ മറ്റേ ഇതിൽ നട്ടില്ല നമ്മള്. അപ്പൊ അതില് കുറെ പേര് പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലുപൊടി അങ്ങനെ ഇടലെന്ന്. അപ്പൊ ചാലക്കുടിയിലുള്ളൊരു ചേച്ചിയെ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചി നമുക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട് വോയിസ്. കിഴി കെട്ടിയിട്ട് വേണം ഇടാൻ. ഒരു തുണിയില് എല്ലുപൊടിയും പിന്നെ ചാണപ്പൊടിയും കിഴി കെട്ടിയിട്ട് അതില് ഇങ്ങനെ ഒന്ന് പകഞ്ഞ് മാറ്റിട്ടേ അതിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അതിന് മീത് മണ്ണിട്ടിട്ട് വേണം. ആ ചേച്ചിയുടെ വീട്ടില് 3 കളറുള്ള താമരയുണ്ട്. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചാലക്കുടിക്ക് പോകുമ്പോ നമുക്ക് 3 കളർ, മഞ്ഞ, ചുവപ്പ്, പിന്നെ വേറെ കളറ് ഞാൻ കണ്ടില്ലേ, വെള്ളയാണോ? വെള്ള, 3 കളറ്. അപ്പൊ ആളേ പറഞ്ഞോണ്ട് നമ്മള് മാവ് നട്ടിട്ടില്ലേ, അതിന്റെ ഇത് അടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയം. മദർ പ്ലാൻ എന്നാ നോക്കിയോളോന്ന് പറഞ്ഞു. ഇല്ല, അത് മുകളിലേക്ക് തന്നെ നിക്കണേ ആ കുറ്റി. ചാർലിനാണല്ലോ. ചാർലി
വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചതിൽ കൂടിയെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മാറ്റി വെച്ചു വിട്ടു. അത്ര വേണ്ട. ചിക്കൻ എന്തോരാ? 2 കിലോ ഉണ്ടാവും. ചാല ഇങ്ങോട്ട് പോയി ഇവിടെ എത്തിയാ? ഇവിടെ ഉണ്ട്. അത് അതിലേക്കിട്ടു. ഇനി അടുത്തതായിട്ട് ഇഞ്ചി ചതയ്ക്കുന്നു. അന്നേ മറ്റേ ഈ മരം നട്ടപ്പോ മറ്റേ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മരം നട്ടപ്പോ നീ കവിത ചൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, അത് ഞാൻ ചുമയുള്ള കാരണം കൊണ്ട് എനിക്കൊരു മൂടില്ല ചൊല്ലാൻ. അല്ല, അങ്ങനെയല്ല ഉണ്ടായേ. നമുക്കമ്മയ്ക്കു വേണ്ടി അതല്ലേ? ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. കണ്ട പാടാൻ പറ്റില്ല, സൗണ്ട് അടഞ്ഞിട്ട്. അതെ, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമ്മള് മാവല നട്ടത്. അതെ, മാവ് നടുമ്പോ ശരിക്കും പറഞ്ഞ വൈലോപ്പിള്ളിയുടെ ആ പാട്ടല്ലേ വേണ്ടത്, ആ കവിതയല്ലേ വേണ്ടത്. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ, അമ്മ തൻ നേത്രത്തിൽ നിന്ന് മുതിർന്നു ചൂടു കണ്ണീർ. അതല്ലേ? അതാണ് വേണ്ടത്. 6 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ, അമ്മ തൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലെ മലർ ചെന്തൊന്നോടി ചാഹ്ലാദി ചടുത്തെത്തി ഈ കവിത ചോദിച്ചു മാതാവ്. ഈ കവിത ഞങ്ങൾക്ക് പണ്ട് ഈ ക്ലാസ്സിലെ ടീച്ചർ, തങ്ക ടീച്ചർ ഈ കവിത ചൊല്ലിത്തരും. അപ്പൊ ഈ മാമ്മ പൂവുണ്ടാവുമ്പോ കുട്ടി അതൊക്കെ തല്ലി കുഴിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അമ്മ ചീത്ത പറയുന്നതല്ലേ, വഴക്ക് പറഞ്ഞ് അടിക്കുന്നതല്ലേ. അതെ. അപ്പൊ എനിക്ക് വേണ്ട ഉണ്ടാവണം മാമ്പഴം എന്ന് പറഞ്ഞിട്ട് കുട്ടി ആ പൂക്കലൊക്കെ പൊട്ടിച്ചു കൊണ്ട പൂക്കൽ അവിടെ എറിഞ്ഞിട്ടിട്ട് പോയി. പിന്നെ അടുത്ത കൊല്ലം പിന്നെ മാമ്പഴം ഉണ്ടാവുമ്പോ മാങ്ങിണ്ടാവുമ്പോ കുട്ടിയെ മരിച്ചു. ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ കഴിക്കാൻ ഉണ്ടായില്ല. ഞങ്ങൾക്ക് പഠിപ്പിച്ചോളും തങ്ക ടീച്ചറാണേ. ഈ തങ്ക ടീച്ചർക്ക് ഒരു മോനുണ്ടായിരുന്നു, ഒരു കുട്ടിയെ. ആ ടീച്ചർ ഈ കവിത ചൊല്ലുമ്പോ ടീച്ചർ കരയുന്നുണ്ട് ഞാൻ. കാരണം ടീച്ചറെ മോൻ ഇടിവെട്ടിൽ മരിച്ചുപോയി. ടീച്ചർ എല്ലാ ദിവസവും വന്നിട്ട് ക്ലാസ്സിൽ കരയും. ഇതാണോ പറയാവുന്ന? അല്ല, കഥ കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു വിഷമം വരും. അപ്പളേ ആളപ്പത്ത് വെച്ചുട്ടാ വൈലപ്പള്ളിയില്ലേ, അല്ല ഞാൻ ഇവരോട് പറയാ, ആളുകളോട് പറയാ, വൈലപ്പള്ളി ഞങ്ങളുടെ ഹെഡ് മാഷായിരുന്നു. ഞങ്ങളുടെ 1966 ആള് ഒല്ലൂര് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പെൻഷൻ പറ്റി. അപ്പൊ ഈ വൈലപ്പള്ളിനെ വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. ശരിക്ക് പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായിട്ടൊക്കെയാണ് ഉള്ളിയും ഇതൊക്കെ ഇടുക. വെളിച്ചെണ്ണ ഇത്തിരി അധികം വേണം. എന്തിനൊക്കെ അറിയണേ? അല്ല, എനിക്ക് ആ ടീച്ചറെ വിഷമ കണ്ണീന്ന് വെള്ളം വന്നു. അയ്യോ. കാരണം ആ ടീച്ചറെ മോനും ഞാനും ഏകദേശം ഒരേ പ്രായ. നിങ്ങളുടെ ക്ലാസ്സിലാവണ്ടായിരുന്നപ്പോ ടീച്ചർ ആ കുട്ടിയെ ചിലപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ക്ലാസ് പഠിക്കണ്ടാവുക. അല്ലില്ല, ഞങ്ങളുടെ സ്കൂളിലല്ല പഠിച്ച, എൻ്റെ ക്ലാസ്സിലല്ലേ പഠിച്ച. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടീച്ചർ ഇപ്പം മരിച്ചിട്ട് ഒരു 3-5 കൊല്ലം 5-6 കൊല്ലമായി തോന്നുന്നു. എത്ര കൊല്ലം മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് 1977 എന്തുകൊണ്ട് ടീച്ചറെ മരിച്ചത്. ഇടിമിന്നലേറ്റ് മരിച്ചു. ഞാൻ 2ാം ക്ലാസ്സിൽ 77 2ാം ക്ലാസ്സിൽ. ടീച്ചർക്ക് അപ്പൊ ആ പ്രായത്തിലുള്ള ആൺപിള്ളേരെ കാണുമ്പോഴൊക്കെ സങ്കടം വരും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കവിത കേൾക്കുമ്പോ. അപ്പൊ വെയിലപ്പള്ളി കാര്യം പറയാനായിട്ടേ, ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. അതെ, ഞാൻ വൈലോപ്പള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ, വൈലോപ്പള്ളിയുടെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട് നീ? വൈലോപ്പള്ളി സ്കൂട്ടർ ഓടിപ്പിക്കാൻ പഠിച്ച കാര്യം ഇല്ല. വൈലോപ്പള്ളിനെ സ്കൂട്ടർ ഓടിപ്പിക്കാൻ പഠിച്ചതേ നാം പഠിപ്പിച്ചത് നമ്മുടെ ഒല്ലൂരുള്ള ഒരു പ്രൊഫസർ മേനാച്ചേരി മാഷുണ്ട്, മറ്റേ സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസർ, ഇംഗ്ലീഷ് പ്രൊഫസർ. ആളിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് പഠിപ്പിച്ചത് ഭയങ്കര രസമായിട്ടുള്ളൊരു കഥയാ. അത് ഞാൻ പറയാം. അതായത് നമ്മുടെ ഉപ്പിട്ടു
നമ്മുടെ ഉല്ലൂര് സ്കൂളിലത്തെ ഹെഡ് മാഷായിരുന്നു വൈലപ്പള്ളി. 1966 നാളെ റിട്ടയർ ചെയ്തട്ടാ. അതിന് മുന്നുള്ള കഥയാണ് പറയണത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുട്ടാ. ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ ചേട്ടാ കഥ പറഞ്ഞോ. അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് നീ പറയാനല്ലോ. അതെ എന്നാ ശരി. എന്നാ ഞാൻ കുത്തിപ്പൊടി മുളക് ഇടാണ് കേട്ടാ. നല്ലോണം കുത്തിപ്പൊടി മുളക് ഇട്ടു. കുരുമുളക് പൊടി ഇട്ടില്ല അല്ലേ? കുരുമുളക് പൊടി വേണേ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. മതിയാവും ഇരിക്കുന്നവരല്ലേ? വേറെ പച്ചമുളകും കൂടുതലല്ലോ. വേപ്പിണ്ടല്ലോ പൊടിച്ചെന്നേ. അതും കൂടി പൊടിച്ചെന്നിട്ട് ഇരുന്നിട്ട് ചേട്ടൻ കഥ പറയും. ഞാനാണെങ്കിൽ നല്ല മൂഡിൽ കഥ പറയാൻ വന്നതായിരുന്നു. സോറി. അപ്പോഴേക്കും എൻ്റെ ഇത് പോയി. ഇനി അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അന്ന് ഡ്രൈവിംഗ് സ്കൂളൊന്നുമില്ലേ നമുക്ക് പഠിക്കാൻ? ഉണ്ടാവില്ല തോന്നുന്നു. യൂതെന്തുട്ടി കാണിക്കണേ. എനിക്ക് വേപ്പല നല്ലത് കിട്ടാനായിട്ടേ കണ്ടാ. കിട്ടിയില്ലേ? അന്നത്തെ വീഡിയോയിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിന് വല്ലതും പറ്റുമോ ചോദിച്ചിട്ട്. നീ വീണല്ലോ അപ്പുറത്തെ പറമ്പിലേക്ക്. കഴിതരാം. ഒന്നും പറ്റിയില്ല ചേട്ടാ. ആള് പയറ് പോലെ നടക്കുന്നുണ്ട്. എന്തൊരു ചുമ എന്ന് പറഞ്ഞപ്പോ. നീ വേപ്പിലിരുന്നു കറിവേപ്പില. നീ ചിക്കട്ട് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞു തുടങ്ങിയാൽ മതിയാ? വേണ്ട ചേട്ടൻ പറഞ്ഞോ. ഇതൊന്ന് മൂക്കട്ടെ. ഒല്ലൂർ സ്കൂളിലെത്തി ഒരു കളർക്കാണ്ടുണ്ട് എരിഞ്ഞേരി മാഷ്. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകളായാലും അവിടുത്തെ ജോലിക്കാർ സ്റ്റാഫിടെ ആയാലും മാഷ് തന്നെയാണ് വിളിക്കുക. അപ്പൊ ഈ പ്രൊഫസർ മേനാശ്ശേരി മാഷ സുഹൃത്താണ് ഈ എരിഞ്ഞേരി മാഷ്. അപ്പൊ വൈലപ്പള്ളി സ്കൂട്ടർ ഓടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ മേനാശ്ശേരിക്ക് സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിലാണ് സെന്റ് തോമസ് കോളേജിലേക്ക് ജോലിക്ക് പോവുക. അപ്പൊ ഈ മാഷ് വഴി വൈലപ്പള്ളി മാഷ ആവശ്യം അറിയിച്ചു മാഷിനോട്. അപ്പൊ ഈ മേനാശ്ശേരി മാഷ കാണാനായിട്ട് എരിഞ്ഞേരി മാഷ് വന്നു. ഇത് പറഞ്ഞു എനിക്ക് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നമ്മുടെ ഹെഡ് മാഷക്ക് സ്കൂട്ടർ ഓടിപ്പിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മേനാശ്ശേരി മാഷാണെങ്കിൽ പ്രൊഫസർ മേനാശ്ശേരി മാഷാണെങ്കിൽ ചെറുതായിട്ട് കവിതയൊക്കെ എഴുതും. ഇവര് രണ്ട് ഈ വൈലപ്പള്ളി ഒല്ലൂരാണ് താമസം. ആള് തൃപ്പൂണിത്തുറക്കാരനാണ്. പക്ഷെ താമസം നമ്മുടെ ഒല്ലൂര് സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. മേനാശ്ശേരി ഒല്ലൂക്കാരനാണ്. പക്ഷെ ഇവര് തമ്മിൽ അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ ഇയാളെ കവിത എഴുതുന്നാരം ഈ വൈലപ്പള്ളിക്കാണെങ്കിൽ കേശവദേവ് പിന്നെ കുട്ടികൃഷ്ണന്മാരെ എല്ലാവരായിട്ട് പരിചയമല്ലേ. അപ്പൊ വൈലപ്പള്ളിയായിട്ട് പരിചയമാകാനുള്ള ഒരു അവസരം കിട്ടിയത്. പക്ഷെ പുറമെ കാണിച്ചില്ല. ഇയാൾ വന്ന് പറഞ്ഞപ്പോ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വലിയ ഇത്തിരി ജാട പോലെ ഇട്ടിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഈ വൈലപ്പള്ളി ഹെഡ് മാഷ് ചമ്മ കഴിഞ്ഞാൽ ഞാൻ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആക്കിട്ടാന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഒരു ഡിമാൻഡ് കൊടുത്തു. അപ്പൊ ഈ വൈലപ്പള്ളിക്ക് വല്ല മുൻപരിചയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സൈക്കിളൊക്കെ സൈക്കിൾ ചവിട്ട അറിയാലോ. അതായത് അപ്പോ എരിഞ്ഞേരി മാഷ് പറഞ്ഞു അയ്യപ്പന് പുലി, ഗണപതിക്ക് എലി, സുബ്രഹ്മണ്യന് മയില്, അതുപോലെയാണ് വൈലപ്പള്ളിക്ക് സൈക്കിള്. അതായത് ആളെ ഒപ്പം എപ്പോഴും സൈക്കിൾ ഉണ്ടാവും. ആ സൈക്കിൾ മുന്തിക്കൊണ്ടിട്ടാണ് ആൾ പോവുക. അങ്ങനെ പിറ്റേ ദിവസം എരിഞ്ഞേരി മാഷും മേനാശ്ശേരി മാഷും കൂടിയിട്ട് മേനാശ്ശേരി മാഷ സ്കൂട്ടറുമേ വൈലപ്പള്ളിയിൽ വീട്ടിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. 1 ലക്ഷം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്ന് പണ്ട് വൈലപ്പള്ളിയുടെ വീടിന്റെ മുന്നിൽ ഒരു സ്കൂട്ടർ ലാംബർട്ടർ സ്കൂട്ടർ ഇരിക്കുന്നു. ഇതെന്താ ഈ സ്കൂട്ടർ ഇവിടെ മുന്നിൽ? അപ്പോ വൈലപ്പള്ളി പറഞ്ഞു മേനാശ്ശേരി മാഷ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് വിളിക്കുക. മാഷ്ട സ്കൂട്ടർ കേടാക്കണ്ട, ഞാൻ ഓടിച്ച് കേടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു വാങ്ങിച്ചു വെച്ചാന്ന് പറഞ്ഞു. എന്താ ശിഷ്യന്റെ ഭയങ്കര ഇതില്ലേ ഉത്തരവാദിത്തേ. അങ്ങനെ ഇവര് പഠിച്ചു തുടങ്ങി. വൈലപ്പള്ളിയാണ് ചാട്ടുപട്ട് തന്നെ പഠിക്കുന്നത്. അപ്പൊ മേനാശ്ശേരി മാഷക്കാണെങ്കിൽ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാള് സൗഹൃദം നീണ്ടു നല്ലതാണല്ലോ. പല പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ കവിതയൊക്കെ എഴുതുന്ന കാരണം അത് പ്രസിദ്ധീകരിക്കാനൊക്കെ ആയിട്ടേ മേനാശ്ശേരി കവിത എഴുതുന്ന ആള് സെന്റ് തോമസ് കോളേജിലത്തെ ഇംഗ്ലീഷുകാരിലെ മലയാളം പ്രൊഫസർ എന്നാണ് പറയാന്ന്. അത്രയ്ക്ക് വൈലപ്പള്ളി കവിതകളാണ് ആളുടെ ഏറ്റവും വലിയ ഒരു പഠനം. ഇതൊക്കെ അത് ക്ലാസ് എടുക്കുമ്പോ ഹാംലെറ്റിന്റെയും ഷെല്ലിന്റെയും ഒക്കെ ഇതുകൾ എടുക്കുകയാണെങ്കിലും ആള് മലയാളം കവിതകൾ വെച്ച് കാച്ചെന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. മാതൃഭൂമിയിലേക്കൊക്കെ അയച്ചിട്ട് അതൊക്കെ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറെ കവിതകളെ. അപ്പൊ അങ്ങനെ പരിചയമാക്കാന്ന് വിചാരിച്ചു. അപ്പൊ
ബൈലോപ്പിലാണ് ചടുപടുന്നതിനെ പഠിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ആൾക്ക് രക്ഷപ്പെട്ടു. അതായത് ടോപ്പ് ഗിയറിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് അവസാനം ന്യൂട്രലാക്കിയിട്ട് വണ്ടി ഓഫ് ആക്കണ ഒരു പരിപാടി. ആ പരിപാടി മാത്രം ബൈലോപ്പിലേക്ക് പിടികിട്ടുന്നില്ല. ബാക്കി എല്ലാം ആള് കുതിരനെ മെരുകണ പോലെ വണ്ടീനെയൊക്കെ മെരുക്കിയെടുത്ത് സൂപ്പറാക്കി. അങ്ങനെ പിന്നെ കുറെ ഇവര് സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ബൈലോപ്പിലേക്ക് ലൈസൻസ് എടുത്ത് കൊടുത്തു. ആളെ പഠിപ്പും കഴിഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു. ചായ കുടിച്ച് നന്നായി പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ മേനാശ്ശേരി മാഷ് സെന്റ് തോമസ് കോളേജിലേക്ക് സ്കൂട്ടർ ഓടിപ്പിച്ച് വലിയൊരു കൂടി പോവാണെന്ന്. അപ്പഴുണ്ട് സൈക്കിള് ചവിട്ടിയിട്ട് ബൈലോപ്പിൽ പോണു. അപ്പനവിടെ എന്താ മാഷ് ഇത് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ സ്കൂട്ടറിലല്ലോ എന്ന് പറയുന്നത്, ഇതല്ല എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ സ്കൂട്ടർ എന്ന് പറഞ്ഞു, അത് ലൈസൻസ് എടുത്ത് അണ്ണന് വിറ്റില്ലേന്ന്. ലൈസൻസ് എടുത്തില്ലേ പിന്നെ എന്തിനാ സ്കൂട്ടറിന്റെ ആവശ്യം? അപ്പൊ ആള് ലൈസൻസ് സ്കൂട്ടർ വിറ്റ് ആള് വണ്ടി ഓടിപ്പിച്ചിട്ടുണ്ട്. ആള് സൈക്കിൾ ആൾക്ക് അപ്പൊ വണ്ടി ഓടിക്കലല്ല ലക്ഷ്യം, ലൈസൻസ് വീട്ടിൽ ലൈസൻസ് അങ്ങനത്തെ ഒരു ആഗ്രഹം. പിന്നെ മേനാശ്ശേരി ആളുടെ മേനാശ്ശേരി മാഷ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ. നമ്മുടെ ഈ ഒല്ലൂർ ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു ഇതുണ്ട്, ഒരു ഗ്രൂപ്പ്, അതിൽ വന്നിട്ടുള്ള കഥയാണ്. ചേട്ടാ ഗ്രൂപ്പിലുണ്ടാവല്ലോ അല്ലെ. അപ്പളേ ബൈലോപ്പള്ളി അല്ലെ മേനാശ്ശേരി മാഷ കല്യാണം 1966 നടന്നത്. ആ കല്യാണത്തിന് താലി മറ്റേ ഈ പള്ളിയിൽ കെട്ട് നടക്കുന്ന ടൈമിലേ ഇയാൾ ഇങ്ങനെ കെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് അകലെന്ന് ഒരാൾ നടന്നു വരുന്നു. മറ്റേ ഹാളിലേക്ക് നടന്നു വരുന്നു. ബൈലോപ്പള്ളി മാഷാണ്ട് ഉരുകി പോയിന്ന്. കാരണം ബൈലോപ്പള്ളിന് കല്യാണം ക്ഷണിച്ചിട്ടില്ല. ഇത്രയ്ക്ക് അടുപ്പുണ്ടായിട്ടുള്ള ആളെ കല്യാണം ക്ഷണിക്കണ്ടായി. ഇവിടെ ഭയങ്കര ആള് വന്നു, കല്യാണത്തിന് വന്നു. ആ കയ്യിലൊരു സമ്മാനം ഉണ്ട്, ഒരു പൂപ്പാത്രം എന്ന് പറഞ്ഞിട്ട് ശ്രീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു പൂപ്പാത്രം സമ്മാനമായിട്ട് തന്നു. അങ്ങനെ ഒരു നാണക്കേടും കൂടി ഉണ്ടെന്ന് ആളെ കല്യാണം ക്ഷണിക്കാത്തല്ലേ. ഇപ്പഴല്ല 1966 ഇപ്പോഴും ഈ മേനാശ്ശേരി മാഷക്ക് കുറെ 90 വയസ്സായിരുന്നുണ്ട്. 85 ഉണ്ടെന്നുണ്ട് ഇപ്പോഴും. അപ്പം ബൈലോപ്പള്ളിയായിട്ട് എന്തൊട്ട് ബന്ധമാണ് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഞങ്ങളുടെ ഗുരു ശിഷ്യ ബന്ധമാണെന്ന് പറയും. എന്തൊരു ഗുരു ബൈലോപ്പള്ളിയേക്കാളെ എത്രയോ ബൈലോപ്പള്ളി. പിന്നെ 115 വയസ്സൊക്കെ ഉണ്ടായേനെ. ആള് 1911 ജനിച്ചത് ബൈലോപ്പള്ളി. 115 വയസ്സാണ്. മേനാശ്ശേരി മാഷ് വളരെ എളുപ്പമാണ്. ആളെപ്പോഴേ ഗുരു ശിഷ്യ ബന്ധമാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ പിടിപ്പിച്ച ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഥ ചിക്കട്ടു കുനു 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 ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ ഇതേ ഒരു ഭയങ്കര തമാശ ഉണ്ടായിട്ടാ. കുനുകുനുള്ള കഷ്ണം അല്ല കേട്ടോ, അല്ല ഇത് ചെറുതാവൂലോ. ഇതിലേ ഒരു അബദ്ധം പറ്റി നമുക്ക്. ഞാൻ കോഴി വാങ്ങിക്കാൻ പോയിട്ടാ. കോഴി വാങ്ങിക്കാൻ പോയി കോഴി വാങ്ങിക്കാൻ പോയി. ഇപ്പൊ ബംഗാളികളാണ് അവിടെ കോഴി വിൽക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഇതാണ്. അവൻ ബംഗാളികളെ കുറേ പേരെ നിർത്തിയിട്ടുണ്ട്. അപ്പം അയാളോട് ഞാൻ പറഞ്ഞു ഈ കഴുത്തും നട്ടും ബോൾട്ടും നാങ്ങും ലിവറൊക്കെ ഒന്നും ചെയ്യാണ്ട് തരാൻ പറഞ്ഞു. എൻ്റെ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം അവർ രണ്ടുപേരും ഹിന്ദിക്കാരാകർക്ക് എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ എന്നിട്ട് കവറടക്കം എനിക്ക് തന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞു ലിവറും കഴുത്തും മറ്റേ സാധനം മാങ്ങുന്ന അവിടെ ഒക്കെ വേറെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് അവറ്റോട് കൊടുത്തോട്ടെ കൂട്ടാലിട. ഞാൻ നോക്കിട്ട് അത് ഇല്ല, അതില് കാണാനില്ല. അവര് വിചാരിച്ചത് വേണ്ടെന്ന് പറയാൻ ഒന്നും മിണ്ടാണ്ടിരുന്നാ മതി, അവരതിലിട്ട് തരും സാധാരണ പോലെ. സാധാരണ അങ്ങനെ ചെയ്യാറ്. കഴുകണ സമയത്ത് അതൊക്കെ മാറ്റി ഒറ്റ കൊടുക്കുക ചെയ്യാറ്. ചേട്ടന് കഴുത്ത് ഇഷ്ടമില്ല. എന്നാ ഇഷ്ടമുള്ള ഒരു കഴിച്ചോട്ടേം ചേർക്കാൻ അതും സമ്മതിക്കില്ല. ചേട്ടന് കൂട്ടാല് കഴുത്ത് കെടുക്കണ കാണുന്നതേ അറപ്പാ. അപ്പൊ അപ്പളേ തന്നെ അതൊക്കെ എടുത്ത് കളയും. അപ്പൊ എന്തുണ്ടായി നമ്മുടെ അണ്ണനെ തമിഴ് പഠിപ്പിക്കുമ്പോ തന്നെയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഉപ്പിട് കുറച്ചുകൂടി ഉപ്പിടുന്നു കേട്ടാ. വെള്ളം ഒഴിക്കില്ല. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. അതിലത്തെ വെള്ളം കൊണ്ട് എന്തോളും. അതിന് മൂടി എടുത്തിട്ട് വരാം. മൂടുന്നു. കുറച്ച് സമയമായി. എൻ്റെ കളർ മാറി തുടങ്ങി. ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇത് ടിസ്റ്റ് അടിക്കുക. പാത്രേ ഭയങ്കര സ്മൂത്താ. അത് അവിടെ നിൽക്കടാ. ഒരാൾ പിടിച്ചേക്കണല്ലേ. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒന്നും വെക്കാറില്ല അല്ലേ. ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഒരു
12 മിനിറ്റായി. അപ്പോൾ നന്നായി വെള്ളം കിരിഞ്ഞു വെന്തുണ്ട് കൊണ്ട് വെന്തു. ഇനി തുറന്നിട്ട് മൊരിച്ചെടുക്കുക. എങ്ങനെ വേണേലും ചെയ്യാട്ടല്ലേ. ചാറ് വേണ്ട, നമുക്ക് ഇതിന് മൊരിച്ചെടുക്കാം. തുറന്നിടാം. വെന്തു. ചാർലി, ഇമ്രാൻ, രണ്ടുപേരും വന്നു. മണം കിട്ടിയിട്ടുണ്ട്. എവിടെയാ വല്ലവരും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്? വല്ലവരും വന്നിട്ടുണ്ടായിരുന്നാ? ഇവരോട് വർത്താനം പറയട്ടെ നമുക്ക്. ചാർലി, എന്താ ഉത്തരവാദിത്തം എന്നറിയാം ഇവർക്ക്. ഒരു കുടുംബം നോക്കണവർക്ക്. കണ്ട വെള്ളമൊക്കെ പറ്റി ഇനി ഡ്രൈയിലേക്ക് ആയി വരുന്ന കേട്ടാ. മൊരിഞ്ഞു വരുന്നു. അടിയിൽ നല്ല ഭയങ്കര തീ വേണ്ട കേട്ടാ. ചെറു തീയിൽ എടുത്തിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരണം. തീ കത്തിക്കുന്നു. നോക്കി ഉപ്പ് നോക്കി എവിടേക്ക് മുങ്ങണപ്പോഴേക്കും എന്റെ ഫോൺ എടുക്കാൻ വന്നാലേ വേണ്ട. അവിടെ നിന്നോ, നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതി. ഇതിപ്പോ ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് എന്തോരം നേരം വെള്ളാക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാവണേല് വെളിച്ചെണ്ണ പിണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറൊരു ടേസ്റ്റ് വരും. പിന്നെ ഇത്തിരി ഡാർക്ക് കളറായി മാറും. ഈ ഒരു ടേസ്റ്റ് മതി എന്നുള്ളവർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി. എനിക്ക് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയുടെ ഒക്കെ ഒരു മണം അതൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ ലാസ്റ്റ് അത് ഇടാം. കുറച്ച് ഗരം മസാല പൊടി ഇടാം. ഇളക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇനി ഇറക്ക്. ഇനി ഇത്തിരി ഡാർക്ക് കളറായിട്ട് വരും. ആളുകൾക്ക് ഇത് കാണുമ്പോൾ കുപ്പി കൂട്ടിയിട്ട് അടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നും ഈ സാധനം. ടച്ചിങ്സിന് പറ്റിയ സാധനം. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാട്ടാ. ഒന്നുകൂടി കുരുമുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതേ അടിപൊളി സാധനമായിട്ടാ. ഇതിനി എന്തോരം വേണമെങ്കിലും മുരിച്ചെടുക്കാം നമുക്ക്. പക്ഷെ നമ്മൾ നിർത്താണ്. നമുക്ക് അപ്പുറത്തേക്ക് പക്ഷെ നമ്മൾ നിർത്താണ്. ഇടയ്ക്കിടയ്ക്ക് തിന്നോളന്നു. ഇതിനിപ്പോ ടേസ്റ്റ് ചെയ്യാനായിട്ട് ക്ലിപ്പ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുട്ടാ ഭംഗി. ഇനി നമുക്ക് തിന്നാണ്ട് എടുക്കാം. ഇതിന്റെ വായന്ന് വെള്ളം വരുന്നു. സാധാരണ എന്ത് പറഞ്ഞാലും അവിടെ ടേസ്റ്റ് ചെയ്ത പാത്രത്തേക്ക് ഇടാം. ചോറും കൂടെ ഒന്നും വേണ്ടതിന്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനാണ്. ചോറ് ഞാൻ എടുത്തിട്ട് വരാം. നേരത്തെ എല്ലാവർക്കും കൊടുത്തേ. നേരത്തെ ഇമ്രാന്. അതെ, അപ്പൊ ഇത് ചാർലിക്ക് കൊടുക്കാം. മൂക്ക് വലിക്കണം ശരിക്കും. കേട്ടാ സരിത ടേസ്റ്റ് ചെയ്ത് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയി. ഓവർ ടേസ്റ്റ് ആയി. ഇഷ്ടായി. അടിപൊളി സാധനം കേട്ടാ. ഈ വേപ്പിന്റെ ഒന്നും കളയരുത് കേട്ടാ. എല്ലാം കൂട്ടി ചേർത്ത് കഴിക്കണം. വേപ്പിന്റെ അടക്കം കഴിക്കും. നമുക്ക് തരാം. എല്ല് ഗംഭീരായിട്ട് കേട്ടാ. ചൂട് കാരണം ഞാൻ സ്ലോ പെടുന്നത്. ഇപ്പുറത്തി വാ. വേണേ ഇപ്പുറത്തി വന്നോ. ചാർലീനെ പേടിച്ചിട്ടാന്ന് കൊണ്ടുവരാത്ത. ഇടുവാടാ. ഇത് വേപ്പലും ഇതൊക്കെ കൂട്ടി ചേർത്ത് ഭയോ നിർത്താല്ലേ. ഇപ്പൊ നിർത്താം. ഞങ്ങള് വീട് അവിടെ ചെന്ന് ചോറിനാം. 1:30 ചോറിനറായി. മതിയാവില്ല സാധനം.